ഇന്നത്തെ വീഡിയോ വണ്ണം കുറയ്ക്കാൻ നോക്കണവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാലറി കുറഞ്ഞ ഒരു സാലഡ് റെസിപ്പിയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ കഴിക്കണ ചോറും ചപ്പാത്തിയും ഒക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു സാലഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പം നിങ്ങൾക്ക് നല്ല വ്യത്യാസം നിങ്ങളുടെ വെയിറ്റിൽ തന്നെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് നമ്മളൊരു പകുതി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പകുതി കുക്കുമ്പർ എടുത്തിട്ടുണ്ട്. ഈ അളവിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, പച്ചക്കറികളാണല്ലോ, അപ്പം നമുക്ക് കൂട്ടിയൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒരു ചെറിയൊരു തക്കാളി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ചെറിയൊരു സവാളയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ലോ കാലറി വെജീസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മസ്റ്റായിട്ടും സാലഡിന് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് കേട്ടോ. അതുപോലെ നമ്മൾ ഒരു കപ്പ് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മസ്റ്റ് അല്ല കേട്ടോ, അത് നിങ്ങൾ വേണമെങ്കിൽ ചേർത്താൽ മതി. വണ്ണം കുറയ്ക്കാൻ നോക്കണ ഒരു പ്രോട്ടീൻ എടുക്കാൻ മറക്കരുത്. അപ്പം നല്ല പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കയറണം. അതിനായിട്ട് നമ്മൾ വെള്ളക്കടല പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, നമ്മൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ കാർബ്സ് കയറണം. കാർബ്സ് ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ക്ഷീണമൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കാർബ്സ് ആയിട്ടുള്ളതാട്ടോ സ്വീറ്റ് കോണിൽ, അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പകുതി കഷ്ണം അവക്കാഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാ വെജീസും ഒന്ന് ഇളക്കി വരണ രീതിയിൽ നമുക്കൊന്ന് യോജിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രസ്സിങ് തയ്യാറാക്കണം. സാലഡിലേക്കുള്ള ഡ്രസ്സിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ജാറിലേക്ക് ഞാനൊരു 4-5 ക്യൂബ്സ് പനീർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് വേണേൽ ആഡ് ചെയ്യാൻ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂണോളമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ നമ്മളൊരു 4 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാലഡിൽ മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും കേട്ടോ, നമുക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നും. ഇനി അതിലേക്ക് നമ്മളൊരു ചെറിയൊരു കഷ്ണം അവക്കാഡോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം മതി കേട്ടോ. കൂടെ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ഡ്രസ്സിങ് ഇപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ അടിപൊളി ഡ്രസ്സിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാലഡിലേക്ക് നമ്മൾ ഡ്രസ്സിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ എപ്പോൾ വേണം സെർവ് ചെയ്യണേ ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാം നല്ല പോലെ ഒന്ന് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ടേസ്റ്റ് തന്നെ നമ്മുടെ സാലഡിൻ്റെ മാറൂട്ടോ. നമ്മുടെ ഡ്രസ്സിങ്ങിനനുസരിച്ച് തന്നെ നമുക്ക് ഭയങ്കര ടേസ്റ്റുമാണ്. നമുക്ക് കഴിക്കാനും നമുക്കൊരു മടുപ്പ് തോന്നില്ല കഴിക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് സാലഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങളൊരു ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വണ്ണം കുറയ്ക്കാന്നുള്ളത് ഭക്ഷണം കഴിച്ചിട്ട് വേണം വണ്ണം കുറയ്ക്കാൻ. അപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. അപ്പം നല്ല രീതിയിൽ പ്രോട്ടീൻ എടുക്കണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. കൂടെ നമ്മൾ നല്ല രീതിയിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് എക്സസൈസും കൂടി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണേ. അപ്പോൾ പുതുതായി വന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിരുന്നേ. അപ്പോൾ ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.